ഇന്ന് ഈവനിങ് നമുക്കൊന്ന് കാ കിട്ടിയായിരുന്നേ. അപ്പോൾ ആ കായ ഒന്ന് നമുക്ക് വറുത്തെടുത്താലോ? കാ വറുത്തിവിടെ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് ചട്ടിയടുപ്പ് വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും കായ ഇങ്ങനെ ഞാൻ ഇതുകൊണ്ട് ഉരച്ചങ്ങ് ഇടുക. അപ്പം നല്ല സ്ലൈസായിട്ട് കിട്ടുവേ. അപ്പം ഞാനതെല്ലാം വറുത്ത് കോരി. അപ്പോൾ നമ്മുടെ കിങ്ങിണിമോൾ വന്നു. കിങ്ങിണിമോൾക്ക് ഒരെണ്ണം വായി വെച്ച് കൊടുത്തു. പിന്നെ വൈകിട്ടത്തേന് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ കേക്കയുടെ പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് നനച്ച് പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. നിങ്ങളെ ചൂടുവെള്ളത്തിലാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാനതെല്ലാം കുഴച്ചു ബോൾസാക്കി. ഞാൻ ചപ്പാത്തി പ്രസ്സേലല്ല ചപ്പാത്തി ഉണ്ടാക്കുന്നത്, നമ്മൾ പരത്തിയെടുക്കുക. അതിനിടയ്ക്ക് കിങ്ങിണിമോൾക്ക് വെള്ളം വേണമെന്നും പറഞ്ഞ് വന്നു. കിങ്ങിണിമോൾ ഇന്ന് വെള്ളം കുടിച്ചിട്ട് ആ വഴി പോയി അമ്മ ഞാനും കൂടെ പരത്തട്ടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്കൊരു ഇരട്ടിപ്പണിയാവും, അതുകൊണ്ട് ഞാനത് കൊടുത്തില്ല. പിന്നെ ബാക്കിയുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. പിന്നെ നമുക്ക് ചപ്പാത്തി ചൂടാം. അപ്പം ഏട്ടനിവിടെ കഴിക്കാനായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പേ വെച്ചു. അപ്പോൾ ചപ്പാത്തി കറി വേണമല്ലോ. അപ്പം കഴിഞ്ഞ ദിവസത്തെ പോർക്ക് ഇരിപ്പുണ്ടായിരുന്നു, അത് അങ്ങ് ചൂടാക്കി. അപ്പോൾ ചപ്പാത്തിക്ക് കറി ആവുമല്ലോ. ഏട്ടൻ വെയിറ്റ് ചെയ്യുകയാണ് ചപ്പാത്തിക്ക്. ഞാൻ ചപ്പാത്തി അടുപ്പിൽ ഇട്ടതേ ഉള്ളൂ. ഈ ചപ്പാത്തിക്ക് നല്ല ഷേപ്പൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ചപ്പാത്തിയായി. അത് ഏട്ടന് കഴിക്കാനായിട്ട് കറിയായിട്ട് കൊടുത്തു. അതും കൊണ്ട് ആളങ്ങ് പോയി കഴിക്കാനിരുന്നു. ഞാൻ ഇടയ്ക്ക് അപ്പ വന്ന് നോക്കുന്നുണ്ടേ, ഞാനിവിടെ എന്നാ പരിപാടി എന്നറിയാൻ വേണ്ടിയേ. അപ്പോൾ ശരി, എന്നാൽ ടാറ്റാ ബൈ ബൈ.